അതേ പിള്ളേരെ, സ്റ്റോറി ഇല്ലാതിരുന്നത് മടി പിടിച്ചുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. അതിൻ്റെ തിരക്കുകളിൽ പെട്ട് 2-3 ദിവസം അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ടാണ് സ്റ്റോറി ഇടാൻ പറ്റാഞ്ഞത്. അപ്പം അധികം മുഷിപ്പിക്കാതെ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദേവരാഗം, രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 111. പിന്നെ ഒന്നും കൂടി ഇതിനകത്ത് പറയുന്നു, ഇത് സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ്. അടുത്ത ഒരു പാർട്ടോടുകൂടി ദേവരാഗം തീരും കേട്ടോ. അപ്പോൾ കഥയിലേക്ക്. ഹാളിലെ സെറ്റിയിലിരിക്കുന്ന അമ്മയെയും അച്ഛനെയും കണ്ടതും വൈശാഖി പേടിയോടെ മഹാദേവൻ്റെ പിന്നിലായി പോയി ഒളിച്ചു. തൻ്റെ സന്തോഷവും സമാധാനപരവുമായ ജീവിതം തകർക്കാൻ വന്നവരെ പോലെയാണ് വൈശാഖിക്ക് രാജശേഖരനെയും നന്ദിതയും കണ്ടപ്പോൾ തോന്നിയത്. ഇനിയും അവർ തന്നെ മഹാദേവനിൽ നിന്നും അകറ്റുമോ എന്ന് പോലും ആ നേരം അവൾ പേടിച്ചു പോയി. അവൾ ഭയത്തോടെ അവിടെ നിൽക്കുന്ന ബാലുവിനെയും ലക്ഷ്മിയെയും പത്മത്തിനെയും നിസ്സഹായതയോടെ നോക്കി. മോളെ, തങ്ങളെ പേടിച്ച് മഹാദേവൻ്റെ പിന്നിലായി ഒളിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ നന്ദിതയുടെ മനസ്സ് ആദ്യമായി കുറ്റബോധം കൊണ്ട് നീറി. തിരക്കിൻ്റെ പേരിൽ, ജോലിയുടെ പേരിൽ സ്വന്തം മകളെ മാറ്റി നിർത്തിയതിൽ അവർക്ക് ആദ്യമായി നെഞ്ചു നീറി. വൈശാഖി, രാജശേഖരൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. തങ്ങളെ നോക്കുമ്പോൾ മാത്രം മകളുടെ കണ്ണുകളിൽ നിറയുന്ന പേടി അയാളെയും വല്ലാതെ വിഷമത്തിലാഴ്ത്തി. പാപികളാണ് ഞങ്ങൾ. കാശിനു വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ഒരു മകളുണ്ടെന്നോ അവളെ നോക്കണമെന്നോ ഒന്നും ഓർത്തില്ല. അവളുടെ മനസ്സ് കാണാനും ശ്രമിച്ചില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം വൈകിപ്പോയി. ആരോടെന്നില്ലാതെ പറയുമ്പോൾ ശേഖറിൻ്റെ തൊണ്ട വിറച്ചിരുന്നു. ദേവൻ്റെ പിന്നിലായി നിന്നവളുടെ മനസ്സപ്പോൾ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. തൻ്റെ അച്ഛനും അമ്മയ്ക്കും തിരിച്ചറിവുകൾ വന്നിരിക്കുന്നു. അവർ ശരിക്കും മാറിയതാണോ, അതോ ഇതെല്ലാം അവരുടെ അഭിനയമോ? വൈശാഖി ചിന്തിക്കാതെ ഇരുന്നില്ല. ഒരു താങ്ങിനായി പെണ്ണവൾ മഹാദേവൻ്റെ ചുമലിലേക്ക് നെറ്റിമുട്ടിച്ചു നിന്നു. വൈകി വന്ന തിരിച്ചറിവ് കൊണ്ട് ഒരു ലാഭവും ഉണ്ടാവില്ല ഡോക്ടറെ. അവർക്കെതിരായി കിടന്ന കസേരയിലിരിക്കുന്ന പത്മം ഉള്ളിലുള്ളത് അപ്പോൾ തന്നെ പുറത്തേക്ക് കുടഞ്ഞിട്ടു. കാരണം തൻ്റെ കൊച്ചുമകളെ തട്ടിയെടുക്കാൻ വന്ന പിള്ളേരെ പിടുത്തക്കാരെ പോലായിരുന്നു വൈശാഖിയുടെ അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ പത്മാവതിക്ക് തോന്നിയത്. അറിയാമേ, അവളോട് ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ മാപ്പ് പറയാനാണ് ഞങ്ങൾ വന്നേ. നന്ദിതയുടെ കണ്ണുകൾ അത് പറഞ്ഞപ്പോൾ നിറഞ്ഞിരുന്നു. അത് ശരി, കഴിഞ്ഞ 19 വർഷങ്ങൾ നിങ്ങൾ എൻ്റെ കൊച്ചിനോട് ചെയ്തതൊക്കെ ഓർത്താൽ മാപ്പ് പറഞ്ഞ പ്രശ്നം തീരുവോ? അവൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ നിങ്ങളുടെ ഈ മാപ്പ് പറച്ചിലിൽ ഇല്ലാതാവുമോ? പത്മാവതി അവരെ നോക്കി ദേഷ്യത്തോടെ പല്ല് ഞെരിച്ചു. തെറ്റാ ചെയ്തേ, അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ അവളോടൊന്ന് സംസാരിക്കാനുള്ള അനുവാദമെങ്കിലും ഞങ്ങൾക്ക് തരണം. രാജശേഖർ താഴ്മയായി എല്ലാവരുടെയും മുൻപിൽ കൈകൂപ്പി. അനുവാദം തരാൻ വേണ്ടി ഇവിടെ വൈശാഖി ആരും പിടിച്ചു വെച്ചിട്ടില്ല സാറേ. സാറിൻ്റെ മോളോട് സാറിന് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ അതിനവളുടെ താല്പര്യം കൂടെ നോക്കേണ്ടി വരും. അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ വൈശു കൊച്ചിനോട് മിണ്ടാം. അവൾ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അവളുടെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങളായിട്ട് ഒരിക്കലും ചെയ്യില്ല. അത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന ബാലു പെട്ടെന്ന് അവരോട് തൻ്റെ അഭിപ്രായം വ്യക്തമാക്കി. കാരണം ഇനിയൊരു പാനിക് അറ്റാക്കിന് വൈശാഖിയെ വിട്ടുകൊടുക്കുവാൻ അയാൾ തയ്യാറല്ലായിരുന്നു. അതല്ല, ഞങ്ങളുടെ തെറ്റാണെല്ലാം. എല്ലാം ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. പാപമാണ് ഞങ്ങൾ അവളോട് ചെയ്തു കൂട്ടിയതെല്ലാം. നിറഞ്ഞ കണ്ണുകൾ കയ്യിലിരുന്ന കർച്ചീഫിൽ തുടച്ചിട്ട് മഹാദേവൻ്റെ പിന്നിലേക്ക് നന്ദിത കണ്ണുകൾ ചിമ്മാതെ നോക്കിയിരുന്നു പോയി. ദീപകിൻ്റെ ചതി മനസ്സിലാക്കിയപ്പോൾ വന്ന മാനസാന്തരം അല്ലേ? അവൻ്റെ ചതി പുറത്തു വന്നില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും നിങ്ങളിവളെ കുറ്റക്കാരിയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തില്ലായിരുന്നോ? ബാലു ഒടുവിൽ ചോദിച്ചു പോയി. അവരുടെ ചോദ്യത്തിന് മുൻപിൽ രാജശേഖരൻ്റെയും നന്ദിതയുടെയും തല കുനിഞ്ഞുപോയി. ദീപകിൻ്റെ ചതിയോ? അപ്പോൾ ദീപകിൻ്റെ കാര്യങ്ങൾ അച്ഛനും അമ്മയും അറിഞ്ഞുവോ? എല്ലാം അറിഞ്ഞിട്ടുള്ള വരമാണോ ഇത്? പക്ഷേ ദീപകിൻ്റെ വൃത്തികേടുകളൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞിരിക്കും? ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവൻ്റെ പിന്നിലായി നിന്ന വൈശാഖിയുടെ തല ചൂട് പിടിച്ചു. വൈശു, തൻ്റെ പിന്നിലായി പേടിച്ചു വിറച്ച് നിൽക്കുന്നവളെ ഒറ്റ കൈകൊണ്ട് വലിച്ച് മഹാദേവൻ തൻ്റെ മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നേരം മുൻപിലിരിക്കുന്ന ആരെയും ദേവൻ കൂട്ടാക്കിയില്ല.
ആ ഒരു വള്ളിലെ പേടിയും സങ്കടവും മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ കിടന്നു തിരിഞ്ഞത്. എന്തിനാ പേടിക്കുന്നേ? ആരെയാ നീ പേടിക്കുന്നേ? നീ മംഗളത്തെ മഹാദേവൻ്റെ ഭാര്യയാ വൈശാഖി. നിന്നെ ഇവിടുന്ന് ആരും പിടിച്ചോണ്ട് പോയില്ല. ഇനി അങ്ങനെ കൊണ്ടുപോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ ഞാനുള്ളപ്പോൾ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തൻ്റെ നെഞ്ചിലായിരിക്കും പെണ്ണിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് മഹാദേവൻ മെല്ലെ ചോദിച്ചു. ഇല്ല എന്ന രീതിയിൽ അവൾ പതിയെ തലയാട്ടി കാട്ടി. എങ്കിൽ പിന്നെ എന്തിനാടി ഈ പേടിയും വേറെയിലും ഒക്കെ? ചെക്കൻ അവളുടെ കവിളുകളിൽ അരുമയായി തഴുകി. പെണ്ണവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഞാൻ മരിക്കുന്നിടം വരെ നീ ഈ വീട്ടിലുണ്ടാവും, എൻ്റെ ഭാര്യയായിട്ട്. അതുകൊണ്ട് നിന്നെ കാണാൻ വന്നവരോട് കാര്യം എന്താണെന്ന് നീ തന്നെ അന്വേഷിക്കാൻ നോക്ക്. നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ അത് ശത്രുവാണെങ്കിൽ പോലും മര്യാദ കാട്ടണമെന്ന്. ആദ്യം ഈ കരച്ചിലും വേറെയിലും ഒക്കെ നിർത്തിയിട്ട് അവർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ചെവി തുറന്ന് കേൾക്ക്. എന്നിട്ട് നിനക്കെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ അങ്ങ് നിന്ന് പറഞ്ഞേക്ക്. തീർന്നില്ലേ കാര്യം? ഒരു കൊച്ചു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മഹാദേവൻ അവളെ ഉപദേശിച്ചു. എന്തുകൊണ്ടോ അവൻ്റെ ആ സംസാരം വൈശാഖിയിൽ ചെറിയൊരു ധൈര്യം ഉണ്ടാക്കി. മുഖം കൈവെള്ള കൊണ്ട് അമർത്തി തുടച്ചിട്ട് പെണ്ണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നേർക്ക് തിരിഞ്ഞു നിന്നപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന ഭാസ്കരൻ്റെ ചുണ്ടുകളിൽ ഒരു കുഞ്ഞിച്ചിരി വിടർന്നിരുന്നു. തൻ്റെ മകൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ പോലും ആ ഒരു വെളിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഓർത്തിട്ട്, മോളെ, അമ്മയോട് ക്ഷമിക്കടി. ചെയ്യാൻ പാടില്ലാത്ത ഒക്കെയാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്. പണത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മനഃപൂർവ്വം മറന്നതാ. പറ്റിപ്പോയി. ക്ഷമ ചോദിക്കാൻ മാത്രമേ ഞങ്ങളും കൊണ്ടിപ്പോൾ കഴിയും. നന്ദിത സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് വൈശാഖിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. വൈശു അവരെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് നോക്കി എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. വൈശാഖി, തെറ്റുകൾക്ക് മുകളിൽ തെറ്റുകൾ ചെയ്തു പോയടി. നിന്റെ മുന്നിൽ വന്നിങ്ങനെ മാപ്പ് ചോദിക്കാൻ പോലും ഉള്ള അർഹത ഞങ്ങൾക്കില്ല. മോള് വെറുക്കരുത് ഞങ്ങളെ. ഞങ്ങളുടെ കൂടെ മോള് നമ്മുടെ വീട്ടിൽ വരണം. ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തി ഞങ്ങൾ ഇനിയും തൊട്ട് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. രാജശേഖരും അത് പറഞ്ഞുകൊണ്ട് പതിയെ നടന്ന് അവൾക്ക് മുൻപിൽ ചെന്ന് നിന്നു. വൈശാഖി അയാൾ പറഞ്ഞതൊക്കെ കേട്ടു നിന്നു. ശേഷം അവരെ നോക്കി ഭംഗിയായി ഒരു പുഞ്ചിരി നൽകി. ഞാൻ നിങ്ങളെ എന്തിനാ വെറുക്കുന്നേ? ആരെയും വെറുക്കാൻ എനിക്കറിയില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ? ഒരു ചോദ്യത്തോടെ തനിക്ക് മുൻപിൽ നിൽക്കുന്നവൾ അവർ ചിരിയോടെ നോക്കി. അവളുടെ സംസാരം കേട്ട് ശേഖറും നന്ദിതയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിങ്ങൾ രണ്ടുപേരും കാരണോ എനിക്ക് എൻ്റെ മഹിയേട്ടനെ കിട്ടിയേ. സ്നേഹം മാത്രമുള്ള ഈ വീട്ടിൽ ഒരു സ്ഥാനം കിട്ടിയത്. വൈശാഖി തനിക്കരികിലായി നിന്നിരുന്ന മഹാദേവൻ്റെ കയ്യിൽ അമർത്തിയൊന്ന് പിടിച്ച ആ നേരം ദേവൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു തെളിച്ചം പരന്നു. എനിക്കിപ്പോൾ ഒരച്ഛനുണ്ട്. കൂടെ നടക്കാനും എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കാനും എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരച്ഛൻ. എനിക്കായി സമയം കണ്ടെത്തുന്ന അച്ഛനാ കേട്ടോ. അച്ഛൻ മാത്രമല്ല, എൻ്റെ ബെസ്റ്റിയും കൂടെ ആള്. അല്ലേ ബാലു? അതും ചോദിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഭാസ്കരനെ അവൾ കണ്ണു നിറച്ചു നോക്കി. പെണ്ണിൻ്റെ നോട്ടം കണ്ടപ്പോൾ ബാലുവിന് സഹിച്ചില്ല. അയാളുടെ ധൃതിയിൽ അവളുടെ അടുത്തേക്ക് എന്ന് വൈശുവിൻ്റെ തോളിൽ കൈയിട്ട് വൈശാഖിയുടെ അച്ഛനും അമ്മയും മുഖത്തിനിട്ട് കിട്ടിയതുപോലെ വിളറി വെളുത്ത് നിന്നുപോയി. പിന്നെ എനിക്കൊരമ്മയുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ എന്നെ ഊട്ടുന്ന, എനിക്ക് വയ്യാതാകുമ്പോൾ ഉറങ്ങാതെ ആദിയോടെ എൻ്റെ കൂടെ ഇരിക്കുന്ന, തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ശാസിക്കുന്ന എൻ്റെ പ്രസവിക്കാത്ത എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മരുമോളല്ല കേട്ടോ, മോള് തന്നെയാ. എനിക്ക് അമ്മ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ലക്ഷ്മി അമ്മയുടെ മുഖം അല്ലാതെ വേറെ ആരുടെയും മുഖം ഓർമ്മ വരില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് പറയുമ്പോൾ മാത്രം വൈശാഖി ഈങ്ങലടിച്ച് കരഞ്ഞു പോയിരുന്നു. മോളെ, ലക്ഷ്മി സാരി തുമ്പുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വൈശുവിനെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവർക്ക് ആ പെണ്ണിൻ്റെ സങ്കടം കണ്ട് നിൽക്കാനുള്ള ശേഷിയില്ലായിരുന്നപ്പോൾ. എൻ്റെ മോളാ നീ, എൻ്റെ പൊന്നു മോളാ. അവളുടെ മുഖമാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ ലക്ഷ്മിയും വലിയ വായിൽ കരഞ്ഞു പോയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന ബാലുവിൻ്റെയും പത്മാവതിയുടെയും വിഷ്ണുവിൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. അവളുടെ സങ്കടങ്ങളെല്ലാം
ഇങ്ങനെ പെയ്തൊഴിഞ്ഞു പോകട്ടെ എന്ന രീതിയിൽ മഹാദേവൻ മാത്രം അവളെ നോക്കിക്കൊണ്ട് മനസ്സ് കല്ലാക്കി നിലയുറപ്പിച്ചു. പിന്നെ നല്ലത് മാത്രം പറഞ്ഞു തരുന്ന ഒരു മുത്തശ്ശി കൂടിയുണ്ട് എനിക്ക്. എൻ്റെ സങ്കടത്തിലും എൻ്റെ അവസ്ഥയിലും എന്നെ കാത്ത എൻ്റെ മുത്തശ്ശി, എൻ്റെ ദൈവം അവർ. വൈശാഖിയുടെ നാവിൽ നിന്ന് അത് പുറത്തേക്ക് വന്നപ്പോൾ കസേരയിലിരുന്ന പത്മാവതി നീര്യതിൻ്റെ കോന്തല കൊണ്ട് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു. പിന്നെ ചേച്ചിന്ന് പറഞ്ഞു പുറകെ നടക്കാൻ അനിയനുണ്ട്, എൻ്റെ വിഷ്ണുമോൻ. ഇത്തിരി കാശിന് കുറവുണ്ടെന്നേ ഉള്ളൂ ഡോക്ടറെ. മനസ്സ് നിറച്ചും സ്നേഹമുള്ളവരാണ് എൻ്റെ വീട്ടുകാർ. ഇവരൊക്കെ കൂടെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഓർക്കണേ? ഓർക്കാൻ എനിക്ക് നേരം വേണ്ടേ? ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? വന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ ഞാനെന്തിന് നിങ്ങളുടെ കൂടെ വരണം? മംഗലത്തെ മഹാദേവൻ്റെ ഭാര്യയല്ലേ ഞാനിപ്പോൾ. കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? വൈശാഖിയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെയാണ് രാജശേഖരൻ്റെ നന്ദിയുടെയും നെഞ്ചിലേക്ക് തുളച്ചു കയറിയത്. തങ്ങളുടെ മകൾ പറയാതെ പറഞ്ഞിരിക്കുന്നു അവളിപ്പോൾ തങ്ങളുടെ മകളല്ലെന്ന്. അവൾക്കൊരു അച്ഛനും അമ്മയും കുടുംബവും വേറെ ഉണ്ടെന്ന്. അവളിനി തങ്ങളുടെ വീട്ടിലേക്ക് വരികയില്ലെന്ന്. അത്രത്തോളം വൈശാഖി മാറിപ്പോയിരിക്കുന്നു. തങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ അകന്നു പോയിരിക്കുന്നു. അല്ല, തങ്ങൾ കാരണം അവൾ സ്വയം മാറിയതാണ്. അവളെ സ്നേഹിക്കാൻ മറന്നുപോയതിൻ്റെ ശിക്ഷയാണിത്. അവളെ ചേർത്ത് പിടിക്കാൻ മറന്നുപോയതിൻ്റെ ശിക്ഷ. അവൾക്ക് ഇനിയും അവളോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. 19 വയസ്സുള്ള മകൾ അച്ഛനും ഒരമ്മയെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ മാന്യമായി പറഞ്ഞു തന്നിരിക്കുന്നു. അപമാനം തോന്നേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തവർ തങ്ങളാണ്. തല കുനിക്കേണ്ടി വരും. മോളെ, നെഞ്ച് തകർന്ന് നന്ദിത വിളിച്ചുപോയി. പഴയതൊന്നും എനിക്കിനി വീണ്ടും പറയാൻ വയ്യാത്തോണ്ട, ഒന്നും ഓർക്കാനും വയ്യ. നിങ്ങൾ എനിക്ക് ജന്മം തന്ന അച്ഛനും അമ്മയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ 19 വർഷങ്ങളോളം മരിച്ചു വെറും ജഡമായി ജീവിച്ച ഒരു മകളാണ് ഞാൻ. മറക്കണമെന്നും പൊറുക്കണമെന്നും ഒക്കെ നിങ്ങൾ പറയുന്നു. ഒറ്റയടിക്ക് മറക്കാനും പൊറുക്കാനും ഒക്കെ എങ്ങനെയാ എനിക്ക് കഴിയുക? പിന്നെ ഒന്ന് പറയാൻ കേട്ടോ, വെറുത്തിട്ടില്ല ഞാൻ നിങ്ങളെ, ഒരിക്കലും വെറുക്കേയില്ല. പക്ഷേ പഴയ വൈശാഖിയായി നിങ്ങളുടെ കൂടെ വരാൻ മാത്രം ദയവായി എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ വരും. അതെന്നാന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. വരുന്നത് ഡോക്ടർ രാജശേഖരൻ്റെയും നന്ദിതയുടെയും മകളായിട്ട് മാത്രമായിരിക്കില്ല, മഹിയേട്ടൻ്റെ ഭാര്യയായിട്ട് കൂടെ ആയിരിക്കും. വൈശാഖി അത് പറഞ്ഞപ്പോൾ മാത്രം അവളുടെ ശബ്ദം വിറച്ചില്ല, കരഞ്ഞില്ല. പതിയെങ്കിലും ഉറപ്പുണ്ടായിരുന്നു പെണ്ണിൻ്റെ വാക്കുകൾക്ക്. എല്ലാം കേട്ടുകൊണ്ട് തലയും കുനിച്ചു പിടിച്ച് രാജശേഖരൻ നന്ദിതയും പശ്ചാത്താപത്തോടെ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരിക്കൽ ആ മകൾ തങ്ങളെ തേടിയെത്തുമെന്നുള്ള അവളുടെ വാക്കിൻ്റെ ഉറപ്പിന്മേൽ. മകൾക്ക് മുൻപിൽ തോറ്റുപോയ ഒരച്ഛനും അമ്മയും. ആ ദിവസത്തിനായി വേദനയോടെ അവർ നീറി കഴിയട്ടെ. അവർക്കവൾ നൽകുന്ന ശിക്ഷ ഇതായിരുന്നു. അതേസമയം രാജശേഖരൻ്റെ നന്ദിതയുടെ ഹോസ്പിറ്റൽ മുറിയിൽ കിടന്ന ദീപക് മരണവേദന കൊണ്ട് വെപ്രാളപ്പെടുകയായിരുന്നു. നടുവും കൈയും കാലും അനക്കാൻ വയ്യാതെ കിടന്നവൻ്റെ ശരീരം പോലും ആ നേരം പിടഞ്ഞു തുടങ്ങി. നീ ഇനി ഈ ലോകത്ത് വേണ്ടടാ മോനെ, വേണ്ട. അത് ശരിയാവില്ല. നീ കാരണം പാവപ്പെട്ട ഒരു കുടുംബവും കണ്ണീരിലാവരുത്. പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ്റെ കൊച്ചുമോൻ ശരിയല്ലെന്ന് ആരും പറയാൻ വേണ്ട. നീ കാരണം ആ പെങ്കൊച്ച് അനുഭവിച്ചൊക്കെ മതി. നമുക്ക് പോയേക്കാടാ. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ അടുത്തേക്ക് നമുക്ക് പോയേക്കാം. ചിലപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നീ നന്നാകുമായിരിക്കും അല്ലേ? ദീപകിൻ്റെ കയ്യിലേക്ക് ചെയ്തു കൊടുക്കുമ്പോൾ പ്രൊഫസർ ആ വിട്ട് കരഞ്ഞു പോയിരുന്നു. കൊച്ചുമകൻ്റെ ശരീരചലനങ്ങൾ പതിയെ നിൽക്കുന്നതും മോണിറ്ററിൽ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന അവൻ്റെ ജീവരേഖകൾ നാർവരയിൽ കൂടി സഞ്ചരിക്കുന്നതും അയാൾ കഠിന ഹൃദയത്തോടെ നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞെന്ന് ബോധ്യം വന്നതും അയാൾ സിറിഞ്ച് വലിച്ചൂരിക്കളഞ്ഞു. എന്നിട്ട് നേരത്തെ അടച്ചിട്ട മുറിയുടെ വാതിൽ തുറന്ന് അത് ചാരിയിട്ടു. ശേഷം കലർത്തി മേശയിൽ വെച്ചിരിക്കുന്ന അയാളുടെ അവസാനത്തെ ഭക്ഷണം കണ്ണീരോടെ കഴിച്ചു തുടങ്ങി. അതും ജീവനില്ലാതെ കിടക്കുന്ന കൊച്ചുമകനെ നോക്കിക്കൊണ്ട്. ഭക്ഷണം പാതിയാക്കിയില്ല. അതിനു മുൻപേ തന്നെ അയാൾ കുഴഞ്ഞു വീണു കഴിഞ്ഞിരുന്നു. കൊച്ചുമകൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അയാൾ തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ഭൂമിയിൽ നിന്നും വേഗത്തിൽ നടന്നു.
അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. ഒന്നുകൂടി പറയുന്നു, അടുത്തൊരു പാട്ടുകൂടി കഴിയുമ്പോഴേക്കും ദേവരാഗം നമ്മളോട് വിട പറയും. ഒന്ന് ഓർത്തു വെച്ചോ കേട്ടോ. അപ്പം ബൈ ബൈ. അടുത്ത പാട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ.